വെൽക്കം ഓൾ. സ്റ്റാർ മാത്സ് സൊല്യൂഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലംസാണ് ചെയ്തു നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ എല്ലാ പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു 3 സ്റ്റെപ്പുകളുണ്ട്. ആ 3 സ്റ്റെപ്പുകൾ നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ എല്ലാ പ്രോബ്ലംസും ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിന് നമ്മൾ എക്സ് വൈ അല്ലെങ്കിൽ ഏത് വേരിയബിൾ കൊടുക്കുക അസൈൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചോദ്യം ഒന്നുകൂടെ വായിച്ച് എക്സിൻ്റെയും വൈൻ്റെയും റിലേഷൻ മനസ്സിലാക്കി 2 ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. 2 ഇക്വേഷൻസ് വരുന്നത് കൊണ്ട് തന്നെയാണ് ഇതിന് പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുന്നത് തന്നെ. മൂന്നാമത്തെ സ്റ്റെപ്പ് ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് നമ്മൾ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടെത്തും. ഒന്നുകൂടെ പറയാം. നമുക്കറിയാത്തത് അല്ലെ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിന് എക്സ് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സും വൈയും ഉപയോഗിച്ച് നമ്മൾ ചോദ്യം വായിച്ച് ചോദ്യത്തിലേക്ക് കൂടി 2 ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. അതായത് പെയർ ഓഫ് ഇക്വേഷൻസ് കിട്ടും. ഈ പെയർ ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടെത്തും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ 2 സ്റ്റെപ്പ് നമുക്ക് എളുപ്പമായിരിക്കും. നമ്മൾ കുറേ പ്രോബ്ലം ചെയ്യുന്നത് വഴി നമുക്കത് എളുപ്പമായി മാറും. മൂന്നാമത്തെ സ്റ്റെപ്പ് ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത് പല മെത്തേഡുകളുണ്ട്. അപ്പോൾ കുറേ പ്രോബ്ലം ചെയ്യുന്നത് വഴി നമുക്കതും ക്ലിയർ ആവും. നമുക്കിനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. പ്രിയ ബോട്ട് എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഫോർ 1100 rupees. ദ ബാഗ് കോസ്റ്റ് 300 rupees മോർ ദാൻ ദ സ്ലിപ്പേഴ്സ്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദ സ്ലിപ്പേഴ്സ് ആൻഡ് ദ പ്രൈസ് ഓഫ് ദ ബാഗ്? നമുക്കറിയാം, ചോദ്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ദ ബാഗും പ്രൈസ് ഓഫ് ദ സ്ലിപ്പേഴ്സും. അപ്പോൾ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്താണെന്നോ കണ്ടുപിടിക്കേണ്ടത് അതിന് നമ്മൾ എക്സ് വൈ അസൈൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ പ്രൈസ് ഓഫ് ദ ബാഗിന് എക്സ് എന്നും പ്രൈസ് ഓഫ് ദ സ്ലിപ്പേഴ്സിന് വൈ എന്നും കൊടുത്തു. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചോദ്യം വായിച്ച് എക്സ് വൈയിലുള്ള റിലേഷൻ മനസ്സിലാക്കി അത് വെച്ച് 2 ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. പെയേഴ്സ് ഓഫ് ഇക്വേഷൻസിന് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ചോദ്യം വായിക്കുമ്പോൾ മനസ്സിലാവും, പ്രിയ ബാഗും സ്ലിപ്പേഴ്സും വാങ്ങി മൊത്തം ചിലവായ പ്രൈസ് എന്ന് പറയുന്നത് 1100 ആണ്. അപ്പം നമുക്ക് ബാഗിൻ്റെ പ്രൈസ് എക്സും സ്ലിപ്പേഴ്സിൻ്റെ പ്രൈസ് വൈയും ആണെങ്കിൽ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ ചിലവായ പൈസ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1100 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻസ് കിട്ടി. ഇനി നമ്മൾ ഒന്നുകൂടെ ചോദ്യം വായിക്കുമ്പോൾ മനസ്സിലാവും, ബാഗിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് സ്ലിപ്പേഴ്സിൻ്റെ കോസ്റ്റിനേക്കാളും 300 rupees അധികമാണ്. അതായത് ഇപ്പം നമുക്ക് ബാഗിന് എത്ര പൈസയാണോ അല്ലെങ്കിൽ സ്ലിപ്പേഴ്സിൻ്റെ പൈസയോട് 300 ആഡ് ചെയ്താൽ ബാഗിൻ്റെ പൈസ കിട്ടും. സ്ലിപ്പേഴ്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വൈ ആണ്. വൈ പ്ലസ് 300 ചെയ്താൽ നമുക്ക് എക്സ് കിട്ടും. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു വൈ പ്ലസ് 300 എന്ന് എഴുതാം. ഇപ്പോൾ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടിയല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന തേർഡ് സ്റ്റെപ്പാണ് ഈ 2 ഇക്വേഷൻസും സോൾവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. നമ്മൾ അതിനു വേണ്ടി ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1100 എക്സിന് പകരം നമ്മളെ രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സ് ഈക്വൽ ടു വൈ പ്ലസ് 300 ഉണ്ടല്ലോ, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എക്സിന് പകരം കൊടുക്കാൻ പോകുന്നത് വൈ പ്ലസ് 300 ആണ്. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ എങ്ങനെയാവും? എക്സിന് പകരം വൈ പ്ലസ് 300 പ്ലസ് ഓൾറെഡി ഉള്ള വൈ ഈക്വൽ ടു 1100 കിട്ടും. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളിങ്ങനെ പെയർസ് ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ എക്സ് വൈ വരുന്നതെല്ലാം ഒരു വശത്തും നമ്പേഴ്സ് കോൺസ്റ്റൻ്റ് ആയി വരുന്നതെല്ലാം ഓപ്പോസിറ്റ് മറ്റേ വശത്തും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഇവിടെ വൈയും 2 വൈ ഉണ്ട്. ഇനി നമ്മൾ ഒരു സൈഡിൽ വെച്ചു. ഇപ്പുറത്തെ സൈഡിൽ 1100 ആണ്. ഈ 300 അപ്പുറത്തേക്ക് പോകുമ്പോൾ -300 ആണ്. അപ്പോൾ 2y ഈക്വൽ ടു 1100 - 300 വിച്ച് ഈസ് ഈക്വൽ ടു 800 കിട്ടും. സോ y ഈസ് ഈക്വൽ ടു 2y 800 ആണെങ്കിൽ y എത്രയായിരിക്കും? 800/2 ആയിരിക്കും. അപ്പോൾ y ഈക്വൽ ടു 400 കിട്ടി. അപ്പോൾ നമുക്ക് പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ് 400 കിട്ടി. ഇനി നമുക്ക് പ്രൈസ് ഓഫ് ബാഗാണ് കണ്ടെത്തേണ്ടത്.
നമുക്കറിയാം പ്രൈസ് ഓഫ് ബാഗ് എന്ന് പറയുന്നത് സ്ലിപ്പേഴ്സിൻ്റെ പ്രൈസിനേക്കാളും 300 അധികമാണെന്ന് അറിയാലോ. നമുക്ക് y പ്ലസ് 300 എന്ന് എഴുതാം. y എത്ര കിട്ടിയിട്ടുണ്ട്? 400 കിട്ടിയിട്ടുണ്ട്. 400 പ്ലസ് 300 ഈക്വൽ ടു 700. അപ്പോൾ ബാഗിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 700. നമുക്ക് സ്ലിപ്പേഴ്സിൻ്റെ പ്രൈസ് y ഈക്വൽ ടു 400 കിട്ടി, ബാഗിൻ്റെ പ്രൈസ് x ഈക്വൽ ടു 700 കിട്ടി. എല്ലാവർക്കും ക്ലിയറായി നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ദ സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 26 ആൻഡ് ദെയർ ഡിഫറൻസ് ഈസ് 4. വാട്ട് ആർ ദ നമ്പേഴ്സ്? രണ്ട് നമ്പറിൻ്റെ സം എന്ന് പറയുന്നത് 26, ആ നമ്പർ തമ്മിലുള്ള വ്യത്യാസം 4 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് രണ്ട് നമ്പേഴ്സാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ടുപിടിക്കാനുള്ളതിന് എക്സും വൈയും അസൈൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് നമ്പറിന് എക്സ് എന്നും സെക്കൻഡ് നമ്പറിന് വൈ എന്നും അസൈൻ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചോദ്യം വായിച്ച് ഇവ തമ്മിലുള്ള ഒരു റിലേഷൻ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഈ രണ്ട് നമ്പറുകളുടെ സം എന്ന് പറയുന്നത് 26ഉം രണ്ട് നമ്പറുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 4ഉം ആണെന്ന്. അപ്പോൾ രണ്ട് നമ്പറുകളുടെ സം 26 ആണെങ്കിൽ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള രണ്ട് നമ്പർ എക്സും വൈ ആണ്. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 26 ആയിരിക്കും. ഇനി ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണെങ്കിൽ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ആയിരിക്കും. അപ്പോൾ നമുക്ക് ചോദ്യം വായിച്ച് ആ രണ്ട് ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യാമല്ലോ. നമുക്ക് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 26ഉം എക്സ് മൈനസ് 4 ഈക്വൽ ടു 4 എന്ന് കിട്ടും. നമ്മൾ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് എക്സ് എത്രയാണെന്ന് പറയാം? 4. ഈ മൈനസ് വൈ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ എക്സ് ഈക്വൽ ടു 4 പ്ലസ് വൈ എന്ന് എഴുതാൻ പറ്റും. എക്സ് ഈക്വൽ ടു 4 പ്ലസ് വൈ. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു 4 പ്ലസ് വൈ എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സിൻ്റെ വാല്യൂ നമുക്ക് 4 പ്ലസ് വൈ ആണ് കിട്ടി. ഇത് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കും. ഒന്നാമത്തെ ഇക്വേഷനിൽ എക്സിന് പകരം നമ്മൾ 4 പ്ലസ് വൈ എന്ന് കൊടുക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 പ്ലസ് വൈ ഈക്വൽ ടു 26 എന്ന് കിട്ടും. നമുക്ക് 4 പ്ലസ് വൈ ഈക്വൽ ടു 26 കിട്ടി. അപ്പോൾ നമുക്ക് 4 വൈ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2y കിട്ടി 26. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് വേരിയബിളിന് ഒരു സൈഡിൽ വെക്കുക. 2yനെ മാത്രം വെച്ചു. 4നെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ -4 ആവും. 26 - 4 22 വരും. 2y ഈക്വൽ ടു 22 ആണെങ്കിൽ y ഈക്വൽ ടു 22/2 വിച്ച് ഇസ് ഈക്വൽ ടു 11 കിട്ടി. ഇനി നമുക്കറിയാം നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ എക്സ് ഈക്വൽ ടു 4 പ്ലസ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 4 പ്ലസ് ഈ ഇപ്പം കണ്ടുപിടിച്ച വൈ ഈക്വൽ ടു 11 കൊടുക്കുക. അപ്പോൾ 4 + 11 15 കിട്ടും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നമ്പർ 15ഉം രണ്ടാമത്തെ നമ്പർ 11ഉം കിട്ടി. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അടുത്ത ചോദ്യം, ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 40 സെൻറ്റിമീറ്റർ ആൻഡ് വൺ സൈഡ് ഈസ് 8 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദ അതർ. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ്. ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 40 ആണ് തന്നിട്ടുണ്ട്. ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാളും 8 സെൻറ്റിമീറ്റർ ലോങ്ങർ ആണെന്നും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സൈഡ്സിൻ്റെ ലെങ്ത്താണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അതേ ചോദ്യത്തിൽ തന്നെ ഉണ്ട് അല്ലേ, ലെങ്ത്തും ബ്രെഡ്ത്തും. ഒരു റെക്റ്റാങ്കിളിൻ്റെ രണ്ട് സൈഡ്സിൻ്റെ ലെങ്ത്താണ് കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മളിവിടെ ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിളിന് L എന്നും ബ്രെഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിളിന് B എന്നും അസൈൻ ചെയ്തു. നമ്മൾ ഇതുവരെയുള്ള പ്രോബ്ലത്തിൽ എക്സും വൈ ആണ് കൊടുത്തിട്ടുണ്ടായത്. ഇവിടെ നമ്മൾ എല്ലും ബിയും കൊടുക്കുന്നു. വ്യത്യാസമൊന്നുമില്ല, കാരണം നമുക്ക് ഇനി രണ്ട് പെയർസ് ഓഫ് ഇക്വേഷൻ, അടുത്ത സ്റ്റെപ്പിലുള്ള പെയർസ് ഓഫ് ഇക്വേഷൻ എല്ലിലും ബിയിലും കിട്ടും. സോൾവ് ചെയ്തിട്ട് നമ്മൾ എല്ലിൻ്റെയും ബിൻ്റെയും വാല്യൂ കണ്ടെത്തും. സെയിം പ്രോസസ്സാണ്. അപ്പം നമ്മൾ ആദ്യം ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടി. ഇനി നമുക്ക് രണ്ട് ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഈ റെക്റ്റാങ്കിളുടെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണെന്ന് തന്നിട്ടുണ്ട്. പെരിമീറ്റർ എന്ന് പറയുന്നത് 40 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് പെരിമീറ്റർ കണ്ടെടുക്കുക. 2 × ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് പെരിമീറ്റർ. നമ്മൾ 2 × L + B ഈക്വൽ ടു പെരിമീറ്റർ അത് എത്രയാണ് 40 എന്ന് എഴുതിക്കൂടെ. 2 × L + B ഈക്വൽ ടു 40. അതാണ് നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നമ്മൾ 2 × L + B ഈക്വൽ ടു 40 കൊടുത്തു. അപ്പം
2 ഇൻറ്റു എൽ പ്ലസ് ബി 40 ആണെങ്കിൽ എൽ പ്ലസ് ബി എന്ന് പറയുന്നത് ഈ 2 ഇപ്പുറമ്പം 40/2 20 ആണ് കിട്ടും. എൽ പ്ലസ് ബി ഈക്വൽ ടു 20. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിട്ട് വൺ സൈഡ് ഈസ് 8 സെൻറ്റിമീറ്റർ ലോങ് ദാൻ ദ അതർ. ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാളും 8 സെൻറ്റിമീറ്റർ അധികമാണ്. നമുക്ക് ഒരു സൈഡിനോട് 8 കൂട്ടിയതായിരിക്കുമല്ലോ മറ്റേ സൈഡ്. അപ്പോൾ എൽ ഈക്വൽ ടു ബി പ്ലസ് 8 അങ്ങനെ എഴുതാൻ പറ്റും. ബ്രെഡ്ത്തിനോട് 8 കൂട്ടിയതാണ് ലെങ്ത്ത്. നമുക്ക് അങ്ങനെ ഒരു രണ്ടാമത്തെ ഇക്വേഷൻസ് കിട്ടി. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എൽ ഈസ് ഈക്വൽ ടു ബി പ്ലസ് 8 എന്നുള്ളത് നമ്മളെ ആദ്യത്തെ ഇക്വേഷനില്ലേ എൽ പ്ലസ് ബി ഈക്വൽ ടു 20, അതിൽ എല്ലിന് പകരം നമ്മൾ ബി പ്ലസ് 8 കൊടുക്കും. അപ്പം നമുക്ക് ആ ഇക്വേഷൻ ബി പ്ലസ് 8 പ്ലസ് ബി ഈക്വൽ ടു 20 എന്ന് കിട്ടും. നമുക്ക് ബി പ്ലസ് 8 പ്ലസ് ബി ഈക്വൽ ടു 20 കിട്ടി. ബി ചെയ്യുമ്പോൾ നമുക്ക് 2b കിട്ടും. ആഡ് ചെയ്യുമ്പോൾ പ്ലസ് 8 ഈക്വൽ ടു 20. നമ്മളിനി ബീനെ മാത്രം ഒരു സൈഡിൽ വെച്ച് 8ന് അപ്പുറത്തെ സൈഡ് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 8 ഇവിടെ വരുമ്പോൾ മൈനസ് 8 ആവും. 2b ഈക്വൽ ടു 20 മൈനസ് 8 വരും. സോ 2b ഈക്വൽ ടു 12 കിട്ടി. 2b 12 ആണെങ്കിൽ b ഈക്വൽ ടു 2 ഇപ്പുറത്ത് പോകും. അപ്പോൾ ബൈ 2 ചെയ്യുമ്പോൾ 12/2 6 കിട്ടും. ബീൻ്റെ വാല്യൂ നമുക്ക് 6 കിട്ടും. ബീൻ്റെ വാല്യൂ 6 കിട്ടി. നമുക്കറിയാം ലെങ്ത്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിനോട് 8 കൂട്ടിയതാണല്ലോ. അപ്പോൾ എൽ ഈക്വൽ ടു ബി പ്ലസ് 8 ആകുമ്പോൾ ബി 6 കിട്ടി. 6 പ്ലസ് 8 ഈക്വൽ ടു 14. ലെങ്ത്ത് നമുക്ക് 14ഉം ബ്രെഡ്ത്ത് നമുക്ക് 6ഉം കിട്ടി. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. എ വയർ ഈസ് 3.5 meter ലോങ് ഈസ് ടു ബി കട്ട് ഇൻ ടു 2 pieces വിത്ത് 1 piece bent into a square and the other into a equilateral triangle. The length of the sides of both must be same. How should be the wire to be cut? ഈ ചോദ്യം നമുക്ക് വായിക്കുമ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അല്ലേ? അതായത് കണ്ടുപിടിക്കാനുള്ളത് വയർ എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഏത് മെഷർമെൻറ്റിൽ വയർ കട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ചോദ്യത്തിൽ ഒരു 3.5 മീറ്ററുള്ള ഒരു വയറുണ്ട്. ഈ വയറിനെ നമ്മൾ എവിടെ വെച്ച് കട്ട് ചെയ്താലാണ് കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അത് ആ കണ്ടീഷൻസ് എല്ലാം ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രോബ്ലം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഈ വയറിനെ കട്ട് ചെയ്ത് 2 കഷ്ണങ്ങളാക്കുന്നുണ്ട്. ഒരു കഷ്ണത്തിന് നമ്മൾ ബെൻഡ് ചെയ്ത് ഒരു സ്ക്വയറും മറ്റേ കഷ്ണത്തിനെ ബെൻഡ് ചെയ്ത് ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിളുമാണ് ആക്കുന്നത്. നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നത്, ശ്രദ്ധിക്കണം, എക്സ് ആയിട്ട് എടുക്കുന്നത് ആ ഒരു സ്ക്വയറിൻ്റെ ഒരു ലെങ്ത്തിനാണ് നമ്മൾ, അല്ലെ ഒരു സൈഡിൻ്റെ ലെങ്ത്തിനാണ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നത്. ലെറ്റ് എക്സ് ബി ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ സ്ക്വയർ. വൈന്ന് എടുക്കുന്നത് നമ്മൾ ഓപ്പോസിറ്റ് ഈ ബാക്കി ഭാഗം ബെൻഡ് ചെയ്ത് ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കിയില്ലേ, ആ ഇക്വലേറ്ററൽ ട്രയാങ്കിളുടെ ഒരു സൈഡിൻ്റെ ലെങ്ത്തിന് നമ്മൾ വൈ എന്ന് കൊടുക്കും. ലെറ്റ് വൈ ബി ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് എൻ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. നമ്മൾ എക്സും വൈയും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണ്ടത് എന്താ? ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ? ചോദ്യം വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡും ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ 4 സൈഡും ഈക്വൽ ആയിരിക്കും. ഇക്വലേറ്ററൽ ട്രയാങ്കിളിലും 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ സൈഡ്സുകളെല്ലാം ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു വൈ എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ അടുത്ത ഇക്വേഷൻ എഴുതുന്നത് ഒന്ന് ശ്രദ്ധിക്കണം. സ്ക്വയറിൻ്റെ ഒരു സൈഡാണ് എക്സ്. അപ്പോൾ 4 സൈഡും കൂട്ടി എത്ര വരും? 4x വരും. ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ് വൈ. അപ്പോൾ 3 സൈഡ് ചേർന്നാൽ 3y വരും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ, അതായത് നമ്മൾ ആ സ്ക്വയറിൻ്റെ ലെങ്ത്തും ഈ ഇക്വലേറ്ററൽ സൈഡ്സിൻ്റെ ലെങ്ത്തും കൂടി ചേർന്നാലാണ് നമ്മൾ ടോട്ടൽ വയർ കിട്ടും. കാരണം വയറിനെ കട്ട് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഇത് രണ്ടും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ നേർത്ത് വെച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടോട്ടൽ വയറാണ് കിട്ടുക. നമുക്ക് 4x ഈക്വൽ ടു 3y ഈക്വൽ ടു 3.5 എന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടും. ഒന്നുകൂടെ പറയാം. നമുക്ക് 4x എന്ന് പറയുന്നത് ആ സ്ക്വയറിൻ്റെ പെരിമീറ്റർ ആയിട്ട് വരും അല്ലേ? ഒരു വശം എക്സ് ആണെങ്കിൽ 4x എന്ന് പറയുന്നത് ആ സ്ക്വയറിൻ്റെ പെരിമീറ്റർ, അതായത് ആ സ്ക്വയർ ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത മൊത്തം വയറിൻ്റെ നീളം. 3y എന്ന് പറയുന്നത് ആ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ടി വന്ന വയറിൻ്റെ നീളം. അപ്പോൾ സ്ക്വയറിൻ്റെ നീളവും ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ നീളവും ചേർന്നതാണ് നമ്മൾ മൊത്തം വയറിൻ്റെ നീളം 3.5 എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് y ഈക്വൽ ടു എക്സ് ആണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ഈ വൈക്ക് പകരം എക്സ് കൊടുക്കും.
അപ്പോൾ നമുക്ക് 4x ഈക്വൽ നമ്മൾ സോൾവ് ചെയ്യാനാണ് പോകുന്നത്, രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ എക്സ് നമ്മൾ വൈക്ക് പകരം കൊടുക്കും. അപ്പോൾ 4x + 3x ഈക്വൽ ടു 3.5 എന്ന് കിട്ടും. അപ്പോൾ 4x + 3x ഈക്വൽ ടു 3.5, 7x ഈക്വൽ ടു 3.5, 4ഉം 3 ആഡ് ചെയ്ത് 7x കിട്ടുമല്ലോ. 7x 3.5 ആണെങ്കിൽ x ഈക്വൽ ടു 3.5/7 വരും. അപ്പോൾ നമുക്ക് ഇത് 6 + 1 7/2/7 വരും. അപ്പോൾ 7 ക്യാൻസലായിട്ട് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 1/2 എന്ന് കിട്ടും. നമുക്കറിയാം എക്സിൻ്റെ വാല്യൂ 1/2 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്? 1/2 ആണ്. എക്സും വൈ ഈക്വൽ ആണല്ലോ. ഇനി നമുക്ക് ശ്രദ്ധിക്കണം, സ്ക്വയറിൻ്റെ ഒരു സൈഡാണ് 1/2. അപ്പം മൊത്തം സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 4x ആണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ 4x ഈക്വൽ ടു 4 × 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 4/2. നമുക്ക് 2 എന്ന് കിട്ടും. 4x ഈക്വൽ ടു 2. അപ്പം നമ്മളെ വയറിനെ 2 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്യണം. ബാക്കി നമുക്ക് 1.5 സെൻറ്റിമീറ്റർ വരും. ടോട്ടൽ 3.5 ആണല്ലോ. ഈ സൈഡ് 2 സെൻറ്റിമീറ്ററും ഈ സൈഡ് 1.5 വരും. അപ്പോൾ 2 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ ഈ വയർ കട്ട് ചെയ്യേണ്ടത്. അതായിരുന്നു നമ്മളെ ചോദ്യം, ഇവിടെ വെച്ചിട്ടാണ് വയർ കട്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇൻ എ ക്ലാസ് ദർ ആർ 4 more ഗേൾസ് ദാൻ ബോയ്സ് ഓൺ എ ഡേ വെൻ ഓൺലി 8 boys were absent. The number of girls was twice the number of boys. How many boys and girls are there in the class? അപ്പം നമുക്ക് ചോദ്യം കാണുമ്പം തന്നെ മനസ്സിലായിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ബോയ്സിൻ്റെ എണ്ണം എത്ര, ഗേൾസിൻ്റെ എണ്ണം എത്ര എന്നുള്ളതാണ്. നമുക്ക് എക്സ് എന്നുള്ളത് നമ്പർ ഓഫ് ബോയ്സും വൈ എന്നുള്ളത് നമ്പർ ഓഫ് ഗേൾസുമായിട്ട് നമ്മൾ അസൈൻ ചെയ്തു. നമ്മൾ എക്സും വൈ അസൈൻ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ കണ്ടെത്താനുള്ളത് രണ്ട് ഇക്വേഷൻസാണ്. പെയർസ് ഓഫ് ഇക്വേഷൻസിനെ നമ്മൾ കണ്ടെത്തണം. നമുക്ക് ആദ്യം ചോദ്യം വായിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ദർ ആർ 4 more ഗേൾസ് ദാൻ ബോയ്സ്. ബോയ്സിൻ്റെ എണ്ണത്തിനേക്കാളും 4 കൂടുതലാണ് ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ബോയ്സിൻ്റെ എണ്ണത്തിനേക്കാളും 4 കൂടുതലാണ് ഗേൾസിൻ്റെ എണ്ണം. അപ്പോൾ നമുക്ക് y ഈക്വൽ ടു x + 4 എന്ന് എഴുതാം. ഇതാണ് നമ്മളെ ഇക്വേഷൻ 1 എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ടാക്കാം. ഞാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, വൺ ഡേ വെൻ ഓൺലി 8 boys were absent. 8 boys ആബ്സെൻ്റ് ആയ ദിവസം. അപ്പം 8 boys ആബ്സെൻ്റ് ആവുക എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബോയ്സ് നമുക്കറിയാം ടോട്ടൽ എക്സ് ആണ്. അപ്പോൾ അതിൽ നിന്ന് 8 boys ആബ്സെൻ്റ് ആകും. അപ്പം 8 boys ആബ്സെൻ്റ് ആയ ദിവസത്തെ ബോയ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് x - 8 ആണ്. നമുക്കറിയാം ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 20 കുട്ടികളാണെങ്കിൽ നമ്മൾ എക്സ് എന്ന് പറയുന്നത് 20 ആണ്. അപ്പം 8 കുട്ടികൾ ആബ്സെൻ്റ് ആയ ദിവസം എന്ന് പറയുമ്പം 20 നിന്ന് 8 കുറച്ചു 12 ബോയ്സ് ആയിരിക്കും ആ ദിവസം ആ ക്ലാസ്സിൽ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ ആ ഡേയിലെ നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് x - 8 ആയിട്ട് എടുത്തു. നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് ആ ദിവസം നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് വാസ് ട്വൈസ് ദ നമ്പർ ഓഫ് ബോയ്സ്. ആ ദിവസത്തെ ബോയ്സിൻ്റെ എണ്ണത്തിൻ്റെ 2 ഇരട്ടിയാണ് ഗേൾസിൻ്റെ നമ്പർ. അപ്പോൾ ആ ദിവസത്തെ ബോയ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് നമ്മൾ x - 8 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 2 ഇരട്ടി എന്ന് പറയുമ്പോൾ 2 × ട്വൈസ് 2 × x - 8 എന്ന് പറയും. അപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് 2 × x - 8 കിട്ടും. നമുക്കറിയാം ഈ 8 ബോയ്സ് ആബ്സെൻ്റ് ആയ ദിവസം ഗേൾസിൻ്റെ എണ്ണം സെയിം തന്നെയാണ്. നമ്മൾ ആദ്യം ഗേൾസിൻ്റെ എണ്ണം എടുത്തത് y ആണ്. അപ്പം നമ്പർ ഓഫ് ഗേൾസ് y കൊടുത്തു. എത്രയാണെന്നുണ്ട് നമുക്ക് 2 × x - 8 കിട്ടി. ഇത് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനിൽ നമ്മൾ y ഈക്വൽ ടു x + 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വൈൻ്റെ വാല്യൂ x + 4 എന്നുള്ളത് നമ്മൾ ഇവിടെ കൊടുക്കും. ഈ വൈക്ക് പകരം നമ്മൾ x + 4 എന്ന് കൊടുക്കും. അപ്പം അങ്ങനെ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസും കമ്പൈൻ ചെയ്യും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് x + 4 ഈക്വൽ ടു 2x - 16 കിട്ടും. 2x - 16 ഈ 2 × x ചെയ്തു. നമ്മൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ 2 × x ചെയ്തു. പിന്നെ 2 × 8 - 16. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷനിൽ നമുക്കിപ്പം x നമ്മൾ ഒരു സൈഡിൽ കൊണ്ടുവരും,
ബാക്കി നമ്പേഴ്സ് എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരും. അങ്ങനെയാണ് നമ്മൾ ഒരു വേരിയബിൾ മാത്രം വരും, നമ്മൾ അങ്ങനെയാണ് സോൾവ് ചെയ്യുക. അപ്പം നമുക്ക് ഈ എക്സിനെ ഈ വശത്ത് കൊണ്ടുവരാം, ഈ 16 ഇപ്പുറത്തെ വശത്ത് പോകും. അപ്പോൾ എക്സ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ -x ആവും, -16 അങ്ങോട്ട് പോകുമ്പോൾ +16 ആവും. അപ്പോൾ നമുക്ക് 4 + 16, 4 ഈ -16 ഇങ്ങോട്ട് വന്നു, 4 + 16 = 2x. ഈ എക്സ് അങ്ങോട്ട് വരുമ്പോൾ 2x - x ഇങ്ങനെ കിട്ടും. അപ്പോൾ 4 + 16 എന്നുള്ളത് നമുക്ക് 20 = 2x എന്ന് എക്സ് മൈനസ് ചെയ്താൽ നമുക്ക് എക്സ് കിട്ടും. അപ്പോൾ x = നമുക്ക് 20 കിട്ടും. ഇനി നമുക്ക് y = 2 × x - 8 എന്നുള്ള ഇക്വേഷൻ, അല്ലെങ്കിൽ നമ്മളെ ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടല്ലോ, y = x + 4. ഈ ഇക്വേഷനിൽ നമുക്ക് ഇപ്പം കിട്ടിയ വാല്യൂ, എക്സിൻ്റെ വാല്യൂ നമുക്ക് 20 കിട്ടി. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് y = 20 + 4, y = 24 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് x = 20 ഇക്വേഷൻ 1 ഒന്ന് y എന്ന് പറയുന്നത് x + 4 ആണ്. അപ്പോൾ 20 + 4 24 എന്ന് കിട്ടും. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എ ഫ്രാക്ഷൻ simplified after adding 1 to its numerator become 1/3. If instead 1 is added to the denominator and simplified, it become 1/4. What is the fraction? നമുക്കറിയാം ഈ ചോദ്യത്തിൽ നമ്മൾ ഒരു ഫ്രാക്ഷനെയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഫ്രാക്ഷൻസ് മെയിൻലി x/y എന്നുള്ള ഫോമുല ഉണ്ടാവും. നമ്മൾ p/q ഫോമിൽ അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് x/y ഫോമിൽ എഴുതും. എന്നിട്ട് നമുക്ക് ഈ x/y ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. x/y എഴുതി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഫ്രാക്ഷൻ കിട്ടും. നമ്മൾ ന്യൂമറേറ്ററിന് x എന്നും ഡിനോമിനേറ്ററിന് y എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അൺനോൺ ആയിട്ടുള്ള എക്സും വൈയും നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ചോദ്യം വായിച്ചിട്ട് പെയർസ് ഓഫ് ഇക്വേഷൻസ് ഉണ്ടാക്കണം. അപ്പോൾ ചോദ്യത്തിൽ പറയുന്നുണ്ട് 1 ആഡഡ് ടു ന്യൂമറേറ്റർ. ന്യൂമറേറ്ററിനോട് 1 ആഡ് ചെയ്തപ്പോൾ, ന്യൂമറേറ്ററിനോട് 1 ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എക്സിനെയാണ് ന്യൂമറേറ്ററായിട്ട് എടുത്തത്. അപ്പോൾ x + 1 ആയി. നമ്മൾ ആ ഫ്രാക്ഷൻ 1 ആഡ് ചെയ്തതിന് ശേഷമുള്ള ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താവും? x + 1/y ആണ്. ശ്രദ്ധിക്കണം, ന്യൂമറേറ്ററിനോട് മാത്രമേ 1 ആഡ് ചെയ്തിട്ടുള്ളൂ, ഡിനോമിനേറ്റർ y തന്നെ. x + 1 = y കിട്ടും. അതിന് സിംപ്ലിഫൈ ചെയ്ത് തരാം, അത് 1/3 ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ x + 1/y = 1/3. ഇതാണ് നമ്മളെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഡിനോമിനേറ്ററിനോട് 1 ആഡ് ചെയ്ത സമയത്ത്, അതായത് 1 ആഡഡ് ടു ഡിനോമിനേറ്റർ, നമ്മൾ വൈനോട് 1 ആഡ് ചെയ്ത സമയത്ത് നമ്മളെ ഫ്രാക്ഷൻ എന്താവും? x/y + 1 ആയി. ഈ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ സിമ്പിൾ ഫോം. അപ്പം അത് നമ്മളെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി ഒന്നാമത്തെ ഇക്വേഷൻ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഫ്രാക്ഷൻസിന് നമ്മൾ a/b = c/d ആണെങ്കിൽ ad = bc നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ x + 1 3 അങ്ങോട്ടേക്ക് പോകും. 3 × x + 1 = y ഇങ്ങോട്ടേക്ക് വരും, 1 × y എന്ന് വരും. അതായത് നോക്കുക, 3 × x + 1, 3 × x + 1 നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ 3 × x + 1 = y അങ്ങോട്ട് പോകും, y × 1 വരും. അതുപോലെ തന്നെ നമുക്ക് ഈ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ x/y + 1 = 1/4, 4 അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ 4 × x = ഇവിടെ y പോയതുപോലെ y + 1 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 4x = 1 × y + 1 വരും. 4x = y + 1. അപ്പം നമ്മൾ നോക്കുക, നമുക്ക് ആദ്യം കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത് 3 × x + 1 = y ഉം രണ്ടാമത്തെ ഇക്വേഷൻ 4x = y + 1 ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ ഈ വൈക്ക് നമ്മൾ ഈ വൈൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കും. അതായത് y = 3 × x + 1 ഉള്ളത് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കും. നമുക്ക് 4x = വൈക്ക് പകരം നമ്മൾ ഈ വാല്യൂ കൊടുക്കുന്നത് 3 × x + 1 + 1 വരും. 4x = 3 × x + 1 എന്നുള്ളത് 3 ഉള്ളിൽ പോകും, ഈ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ 3 × x 3x + 3 × 1 3, പിന്നെ ബാക്കിയുള്ള നമ്മൾ 1. അപ്പോൾ നമുക്ക്
ഇനി നമുക്ക് ഇവിടെ എക്സുകളെല്ലാം ഒരു സൈഡിലാക്കാം. അപ്പോൾ 4x ഈ ഭാഗത്തേക്ക് ആര് വരും? 3x വരും. അപ്പോൾ 4x 3x ഇങ്ങോട്ടേക്ക് വരുമ്പോൾ -3x ആയിരിക്കും. ഈക്വൽ ടു ഇവിടെ ബാക്കിയുള്ളത് ആരാ? 3+1 ആണ്. 3+1 എന്ന് പറയുന്നത് 4. 4x - 3x എന്നുള്ളത് x ഈക്വൽ ടു നമുക്ക് 4 എന്ന് കിട്ടും. x ഈക്വൽ ടു 4 എന്ന് കിട്ടി. നമുക്ക് y ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. y എന്ന് പറയുന്നത് 3 × x + 1 ആണെന്ന് അറിയാം. അപ്പം y ഈക്വൽ ടു 3 × x + 1 ആണ്. ഈക്വൽ ടു 3 × x നമ്മൾ എത്രയാണ്? 4 + 1 വരും. അപ്പോൾ 3 × 4 + 1 5 അല്ലേ? 3 × 5 എത്ര വരും? നമുക്ക് 15 എഴുതാൻ പറ്റും. നമ്മളെ x 4 y 15. നമ്മൾ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മളെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ഈക്വൽ ടു x/y ആണല്ലോ. എക്സ് നമുക്ക് 4 കിട്ടിയിട്ടുണ്ട്, y നമുക്ക് 15 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 4/15. നമ്മൾ അടുത്ത ചോദ്യം, എ പേഴ്സൺ ഇൻവെസ്റ്റഡ് 1 lakh rupees in 2 schemes with interest rate 7% and 6%. After 1 year, they got 6,750 rupees as interest from both of these together. How much did they invest in each? അപ്പോൾ നമുക്ക് ഓരോ സ്കീമിലും 1 ലക്ഷം രൂപ 2 സ്കീമിലായിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഓരോ സ്കീമിൽ എത്ര ഇട്ടും നമുക്കറിയില്ല. ടോട്ടൽ 1 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സ്കീമിലിട്ടതിന് നമ്മൾ എക്സ് എന്നുള്ളതും, ഒന്നാമത്തെ സ്കീമിലിട്ട എമൗണ്ടിന് നമ്മൾ എക്സ് എന്നും, രണ്ടാമത്തെ സ്കീമിലിട്ട എമൗണ്ടിന് വൈ എന്നും എടുക്കും. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ 1 lakh ആയതുകൊണ്ട് എക്സ് + y ഈക്വൽ ടു 1 lakh എന്നുള്ളതാണ് നമ്മളെ ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ ഫസ്റ്റ് സ്കീമിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 7% ആണ്. അപ്പോൾ ഫസ്റ്റ് സ്കീമിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സ് ആയിട്ട് നമ്മൾ എടുത്തത്. അപ്പോൾ എക്സ് ഇൻറ്റു ഇൻട്രസ്റ്റ് റേറ്റ് 7 ആണ്. എക്സ് ഇൻറ്റു 7/100 ആണ് നമുക്ക് ഫസ്റ്റ് സ്കീമിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്കീമിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് വൈ ആണ്. അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് 6 ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് എമൗണ്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത് y ഇൻറ്റു 6/100 വരും. അപ്പം ഇത് ഫസ്റ്റ് സ്കീമിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, ഇത് സെക്കൻഡിൽ നിന്ന് കിട്ടുന്ന നമ്മൾ ആ പലിശ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 1 വർഷത്തിന് ശേഷം 2 സ്കീമിലും കൂടി ചേർന്ന് 6,750 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മളെ ഫസ്റ്റ് സ്കീമിൽ നിന്ന് കിട്ടിയത്, ഇത് നമ്മളെ സെക്കൻഡ് സ്കീമിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഇത് രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ 6,750 ആയിരിക്കും ടോട്ടൽ ഇൻട്രസ്റ്റ് എമൗണ്ട്. ഇത് നമ്മൾ ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതായത് എക്സ് ഇൻറ്റു 7/100 പ്ലസ് വൈ ഇൻറ്റു 6/100 ഈക്വൽ ടു 6750, 6,750. അപ്പം നമ്മളിനി ഈ ഒരു ഫ്രാക്ഷൻ ഫോമിനെ ഒന്ന് സോൾവ് ചെയ്ത് ഒരു സിമ്പിൾ ഫോമിലേക്ക് ആക്കാൻ പോവാണ്. നമുക്കറിയാം ഡിനോമിനേറ്റർ രണ്ടിനും സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ നമുക്ക് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് വരും? 7x + 6y/100 ഈക്വൽ ടു 6,750 വരും. ഇവിടെ നമുക്കറിയാം ഈ 7x + 6y ഇവിടെ വെച്ച് 100നെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ, വേരിയബിൾ എല്ലാം ഒരു സൈഡാണെങ്കിൽ 100 അങ്ങോട്ടേക്ക് പോകണം. 100 അങ്ങോട്ടേക്ക് പോകുമ്പോൾ 7x + 6y is equal to 6,75,000 എന്ന് കിട്ടും. 6,75,000 രൂപ. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ഇക്വേഷനാണ് ഇത്. നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് + y ഈക്വൽ ടു 1 lakh ആയിരുന്നു. അവിടെ നിന്ന് നമുക്ക് y ഈക്വൽ ടു അല്ലെ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 1 lakh - y എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ എക്സിന് ഇവിടെ നമ്മൾ എക്സും വൈ കൊണ്ട് ഏതെങ്കിലും ഒന്നിനെ മാത്രം ചേഞ്ച് ചെയ്യും. നമുക്ക് എക്സിന് പകരം 1 lakh - y എന്ന് എടുക്കാം. കാരണം 1 lakh എന്ന് y മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സിന് പകരം 1 lakh - y എന്ന് കൊടുത്താൽ മതി. നമ്മൾ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതുമ്പം 7 ×
എക്സിന് പകരം നമ്മൾ 1 lakh മൈനസ് വൈ എന്ന് കൊടുത്തു, പ്ലസ് ബാക്കിയുള്ള നമ്മൾ 6y ഈക്വൽ ടു 6,07,000 കിട്ടും, 75,000 കിട്ടും. നമ്മൾ ഈ ബ്രാക്കറ്റിൽ നിന്ന് മാറ്റുമ്പോൾ 7 ഇൻറ്റു 1 lakh 7 lakh മൈനസ് 7 ഇൻറ്റു വൈ 7y പ്ലസ് 6y ഈക്വൽ ടു 6,75,000 വരും. ഇനി ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്കറിയാം 7 lakh മൈനസ് 7yയും 6y ആഡ് ചെയ്യുമ്പോൾ മൈനസ് വൈ ഈക്വൽ ടു 6,75,000 വരും. സോ y ഈക്വൽ ടു 7 lakh. ഈ വൈനെ അങ്ങോട്ട് കൊണ്ടും ഈ നമ്പറിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പം മൈനസ് വൈ അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് വൈ ആവും. ഈ 6,75,000 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവും. അപ്പോൾ y ഈക്വൽ ടു നമുക്ക് 7 lakh മൈനസ് 6,75,000 കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 25,000 കിട്ടും. സോ വൈൻ്റെ വാല്യൂ 25,000 കിട്ടി. നമുക്കറിയാം ടോട്ടൽ എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് 1 lakh ആണ്. 1 lakh നിന്ന് വൈൻ്റെ എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ എമൗണ്ട് കിട്ടും. അപ്പം 1 lakh മൈനസ് 25,000 ചെയ്താൽ നമുക്ക് വിച്ച് ഇസ് ഈക്വൽ ടു 75,000 ആണ് എക്സ് എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ എന്ന് പറയുന്നത് 75,000, രണ്ടാമത്തെ സ്കീമിൽ അത് 25,000 ആണ്. ക്ലിയർ ആയോ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇവിടെ ഒരു ഒബ്ജക്റ്റ് വിത്ത് അതിന് സ്പീഡ് യു ആണ്, എ അല്ല, യു മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു സ്ട്രേറ്റ് ലൈനിൽ കൂടി പോകുന്നുണ്ട്. സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് എ മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ടൈം ടിയിലും അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് യു പ്ലസ് എ ടി ആണ്. നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്, ഈ ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അപ്പോൾ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ട് 1 സെക്കൻഡ് കഴിയുമ്പം അതിൻ്റെ സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡും 5 സെക്കൻഡ് കഴിയുമ്പോൾ സ്പീഡ് 13 മീറ്റർ പെർ സെക്കൻഡും ആണെങ്കിൽ നമ്മൾ ഇൻക്രീസിങ് റേറ്റും സ്റ്റാർട്ടിങ് സ്പീഡ് എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കാനുള്ളത്. ചോദ്യം നന്നായി വായിച്ചു നോക്കുക. അപ്പം നമുക്ക് ചോദ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. കണ്ടുപിടിക്കാനുള്ളത് സ്റ്റാർട്ടിങ് സ്പീഡും പിന്നെ റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഇൻക്രീസിങ്ങും ആണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് സ്പീഡിന് യു എന്നും റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഇൻക്രീസിന് എ എന്നും കൊടുത്തു. ഇതിൽ ശ്രദ്ധിക്കണം, നമ്മൾ എക്സും വൈ അല്ല യുവും എയും ആണ് ഈ പ്രോബ്ലത്തിൽ എടുക്കുന്നത്. നമുക്കറിയാം ടൈം ടിയിൽ സ്പീഡ് എന്ന് പറയുന്നത് യു പ്ലസ് എ ടി ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളിനി 2 ഇക്വേഷൻസ് ഫോം ചെയ്യുന്നതാണ്. നമുക്ക് ടൈം 1ലെ സ്പീഡ് 5 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 5 ഈക്വൽ ടു യു പ്ലസ് എ ടിക്ക് നമുക്ക് 1 കൊടുക്കാം. അങ്ങനെയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് സ്പീഡ് യുവും ഇൻക്രീസ് എയും ആണെങ്കിൽ നമ്മൾ ടീൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് സ്പീഡ് മാറുമല്ലോ. അപ്പോൾ ടൈം 1ൽ സ്പീഡ് എന്ന് പറയുന്നത് 5 ആണ്. അത് വെച്ച് നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യുമ്പം ടിക്ക് 1 കൊടുക്കും. അപ്പോൾ യു പ്ലസ് എ ടി, ടീൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് എ ഇൻറ്റു 1 വരും. അത് എ തന്നെ ആയതുകൊണ്ടാണ് നമ്മൾ എഴുതാത്തത്. യു പ്ലസ് എ ഈക്വൽ ടു 5 നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി നമ്മൾ ടൈം ഈക്വൽ ടു 5 ആവുന്ന സമയത്ത് സ്പീഡ് എന്ന് പറയുന്നത് 13 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുക്കാം യു ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന ഇക്വേഷൻ. സ്പീഡ് അറ്റ് എ ടൈം ടി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന ഇക്വേഷനിൽ കൊടുക്കാം. യു പ്ലസ് എ ഇൻറ്റു ടി വരും. ടി എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 5 ഇൻറ്റു എ എന്ന് വരും. സോ യു പ്ലസ് 5 എ ഈക്വൽ ടു 13 കിട്ടും. ഇത് നമ്മളെ സെക്കൻഡ് ഇക്വേഷനാണ്. ഇനി നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനിൽ യു പ്ലസ് എ ഈക്വൽ ടു 5 ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? യു ഈക്വൽ ടു 5 മൈനസ് എന്ന് എഴുതാം. അതായത് നമ്മൾ ഈ എനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ യു ഈക്വൽ ടു 5 മൈനസ് എന്ന് എഴുതാം. ഇനി നമ്മൾ ഈ യു ഈക്വൽ ടു 5 മൈനസ് എ എന്നുള്ളത് ഈ സെക്കൻഡ് ഇക്വേഷനിലെ യുവിന് പകരം നമ്മൾ ഈ 5 മൈനസ് എ കൊടുക്കും. അപ്പം നമുക്ക് 5 മൈനസ് എ യുവിന് പകരം നമ്മൾ ഈ ഇക്വേഷൻ നിന്നാണ് യു ഈക്വൽ ടു 5 മൈനസ് എ കിട്ടിയത്. ആ വാല്യൂ നമ്മൾ സെക്കൻഡ് ഇക്വേഷനിൽ കൊടുക്കും. അപ്പോൾ 5 മൈനസ് എ യുവിന് പകരം കൊടുത്ത 5 മൈനസ് എ പ്ലസ് 5a ഈക്വൽ ടു 13 കിട്ടും. ഇനി നമുക്കറിയാം ഇവിടെ മൈനസ് എ പ്ലസ് 5a ഉണ്ട്. മൈനസ് എ പ്ലസ് 5a മൈനസ് 1a പ്ലസ് 5a ആണ്. അത് നമുക്ക് 4a ആണെന്നറിയാം. അപ്പോൾ എ ടേം മാത്രം നമ്മൾ ഇവിടെ എഴുതി. ഈക്വൽ ടു
13 ഇവിടെയുണ്ട്. ഇനി ഈ 5 നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. നമ്പേഴ്സിനെല്ലാം ഒരു സൈഡിൽ എ എക്സ് അങ്ങനെയുള്ള ടേംസിന് നമ്മൾ ഒരു സൈഡിൽ കൊണ്ടുവരാനാണ് പോകുന്നത്. അപ്പോൾ 5 അങ്ങോട്ട് പോകുമ്പോൾ 13 മൈനസ് 5 വരും. അപ്പോൾ നമുക്ക് 4a ഈക്വൽ ടു 13 മൈനസ് 5 ഈക്വൽ ടു 8. അപ്പോൾ 4a ഈക്വൽ ടു 8 എന്ന് കിട്ടി. സോ a ഈക്വൽ ടു 4 ഇങ്ങോട്ട് വരും. 8/4 എന്ന് പറയുന്നത് 2. നമുക്ക് എൻ്റെ വാല്യൂ 2 എന്ന് കിട്ടി. a ഈക്വൽ ടു 2. നമുക്കൊരു ഇക്വേഷൻ ഉണ്ടായിനി u ഈക്വൽ ടു 5 മൈനസ് a ആണ്. അപ്പം എൻ്റെ വാല്യൂ 2 ആകുമ്പോൾ u ഈസ് ഈക്വൽ ടു 5 മൈനസ് എയിൽ നമ്മൾ കൊടുക്കുമ്പോൾ 5 മൈനസ് 2 ഈക്വൽ ടു 3 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് യുവിൻ്റെ വാല്യൂ u ഈക്വൽ ടു 3യും a ഈക്വൽ ടു 2 കിട്ടി. u എന്ന് പറയുന്നത് നമ്മളെ സ്റ്റാർട്ടിങ് സ്പീഡാണ്. സ്റ്റാർട്ടിങ് സ്പീഡ് 3യും നമ്മളെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് 2 എന്നും കിട്ടി. ക്ലിയർ ആയോ? അപ്പോൾ ഇന്ന് പറഞ്ഞ പ്രോബ്ലംസ് എല്ലാം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.